ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നെതന്യാഹു ചേഞ്ച്ഡ് എവറിത്തിങ്. നെതന്യാഹു ചേഞ്ച്ഡ് എവറിത്തിങ് എന്ന് പറഞ്ഞാൽ നെതന്യാഹു എന്താണ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ, നെതന്യാഹു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു റിപ്പോർട്ട് വായിച്ച സമയത്ത് എനിക്ക് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നിയ വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു മൂന്നാല് മാസം ഈ ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവിനെ വളരെയധികം വരിഞ്ഞ് മുറുക്കി വെച്ചിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, അവരുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻഫിൽട്രേഷൻ ഇസ്രായേലിന്റെ ഉള്ളിൽ വളരെയധികം ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പോ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ കാര്യം പറയാം. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ മൾട്ടി കൾച്ചറലിസം ആണ്. അവിടെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ പോയാലും അവിടെ നിയമപരമായിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലപരിധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നാഷണാലിറ്റി മേടിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നാഷണാലിറ്റി മേടിച്ച ആൾക്കാർ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ അവർ നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്, പല ആൾക്കാരും തന്നെ ഗവൺമെന്റിൽ നല്ല ഉദ്യോഗസ്ഥരിൽ കയറി പറ്റിയ ആൾക്കാരുണ്ട്. ഇന്നത്തെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബ്യൂറോക്രസിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഈ ബ്യൂറോക്രസിയിൽപ്പെട്ട ആൾക്കാർ ശരിക്കും ഈ ഒരു ഇന്റലിജൻസിലുണ്ട്, FBI അമേരിക്കയിൽ നിർണായകമായിട്ടുള്ള പല പൊസിഷൻസിലും ഉണ്ട്. ഇവരിൽ മുസ്ലിംസ് ആയിട്ട് പെട്ട ആൾക്കാരുണ്ട്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, അസർബൈജാനിലുള്ള ആൾക്കാരുണ്ട്, ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ ഉള്ളിൽ പല രീതിയിലും വിഭജിച്ച് കിടക്കുന്ന ഒരു സംഗതിയാണിത്. ഒരു അവിയൽ പരുവത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഏത് രീതിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് എവിടെ വരുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു ഇസ്രായേലിന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, മൊസാദിന്റെ ചീഫിനെയും മാറ്റി നിർത്തിയിട്ടുണ്ട്, ഷിൻബെറ്റിന്റെ ചീഫിനെയും മാറ്റി നിർത്തിയിട്ടുണ്ട്, ഡയറക്ടർ. ഇതിനകത്ത് ഷിൻബെറ്റിന്റെ ഡയറക്ടറെ ഫയർ ചെയ്യാണ്, എടുത്ത് കളയാണ്. റോണൻ ബാർ എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര്. ഇപ്പം ഈ ഒരു മൊസാദിന്റെയും ഈ ഷിൻബെറ്റിന്റെയും ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോൺ ഡെർമർ പുള്ളിയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ ഈ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു റോൺ ഡെർമറാണ്. ഇതിന് കാരണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ കാരണം October 7 ആക്രമണം നടന്നില്ലേ, ആ നടന്ന ദിവസം രാവിലെ 3 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് ബോർഡറിലുള്ള സെക്യൂരിറ്റി ഫോഴ്സ് അവര് റിപ്പോർട്ട് ചെയ്ത്, ആ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും അതിന് റെസ്പോണ്ട് ചെയ്ത വ്യക്തിയാണ് ഈ ഒരു. അപ്പൊ അതിന് റെസ്പോണ്ട് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പല ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ അത് പുള്ളിയുടെ ചെവിയിലെത്തി. ഈ റോണൻ ബാറിന്റെ ചെവിയിൽ ഈ വിഷയം എത്തി. ഒരു 3 മണിക്കാണ് വളരെ മൈൽഡ് ആയിട്ടാണ് ഇയാളുടെ ചെവിയിൽ എത്തിപ്പെട്ടത്. ഇനിയിപ്പോ ഏത് രീതിയിൽ എത്തിപ്പെട്ടാലും ശരി, ഇത് ഗാസ ബോർഡറിൽ നിന്നും ഇങ്ങനെ ഒരു ബ്രീച്ച് സംഭവിച്ച് ഇസ്രായേലിന്റെ ഉള്ളിൽ ആൾക്കാർ ഇരച്ചു കയറി വരുന്നത്, അവർ ആക്രമണം നടത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കേട്ട ഉടനെ തന്നെ ഈ റോണൻ ബാർ എന്ത് ചെയ്യണം? ഇയാളാണല്ലോ ഷിൻബെറ്റിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇന്റർണൽ സെക്യൂരിറ്റിയാണ് അയാള്, ഷിൻബെറ്റിന്റെ. ഇത് കൂടാതെ 2-3 ചുമതല കൂടെ അയാൾക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ വ്യക്തി എന്താണ് ചെയ്തത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IDF-ലെ ഉദ്യോഗസ്ഥർ, ഹെർസെ ഹാലവിയോ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ മൊത്തം വിളിച്ചുണർത്തി ശരിക്കും പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു റിറ്റാലിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം 5 പേരോ 4 പേരോ ചെറിയ എണ്ണമല്ലേ, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അയാൾ വളരെ ലേസി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കാണിച്ചതെന്നാണ് ചാനൽ 11 എന്ന് പറഞ്ഞ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ് കേട്ടോ. ഇതിനൊക്കെ എതിരെ നെതന്യാഹു വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം എന്താണ്, ഇതിന് മുമ്പ് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതും ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാല് 6:30 പ്രൈം മിനിസ്റ്ററെ അറിയിക്കുന്നത് ഇയാൾ വിളിച്ചിട്ട്. അതായത് ഇങ്ങനെ ഹമാസിന്റെ ഇങ്ങനെ ഒരു ബ്രീച്ചിങ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ, October 7 ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് 3 മണിക്ക് ഇയാൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇയാൾ 6:30 പ്രൈം മിനിസ്റ്ററെ അറിയിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ടൈം ലൈൻ ഗ്യാപ്പ് നോക്കൂ. ഇത്രയും ടൈം ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു കാണിച്ചത്. വേറെ ഏതെങ്കിലും ഒരു സാഹചര്യമായിരുന്നുണ്ടെങ്കിൽ ഈ റോണൻ ബാർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, ഈ ഷിൻബെറ്റിന്റെ തലപ്പത്ത് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ഈ വ്യക്തി 8-ാം തീയതി തന്നെ ടെർമിനേറ്റ് ആയി വീട്ടിൽ ഇരുന്നേനെന്നാണ് ആ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്രയും നാളും അയാളെ എടുത്ത് കളയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വന്ന പ്രഷറാണ്. അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് വന്ന പ്രഷർ, ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് വന്ന പ്രഷർ. അതുകൊണ്ടാണ് ഇയാളെ എടുത്ത് കളയാൻ പറ്റായിരുന്നത്. അതുപോലെ തന്നെ മൊസാദൊക്കെ ഇത് അറിഞ്ഞു വെച്ചോണ്ട് ഇത്രയും നാൾ ഹൈഡ് ചെയ്ത് വെച്ചോണ്ടിരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. മൊസാദ് രാജ്യത്തിനോട് ട്രസ്റ്റ് ഇല്ല, കൂറില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മൊസാദും ഇത് അറിഞ്ഞുകൊണ്ട് ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഷിൻബെറ്റിൽ നിന്നും ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും നാളും അത് ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണല്ലോ മൊസാദ്. അത് ചെയ്തില്ല. അതുകൊണ്ടാണ് അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അയാളുടെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഡേവിഡ് ബാർണിയ എന്ന് പറഞ്ഞ ആ ഒരു മൊസാദിന്റെ ചീഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ 2 തലപ്പത്തുള്ള ആൾക്കാർ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവർ ഇത്രയും നാളും നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ US-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, US-ന്റെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, അവർക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ പദവി പോകുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ത്രെട്ട് ഉണ്ടല്ലോ.
ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇവര് കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരമാണ് ഇവർ ഡീപ് സ്റ്റേറ്റിന്റെ ഒപ്പം നിന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് ഇപ്പം. അപ്പൊ എന്തായാലും ഇപ്പം ഇതെല്ലാം നെതന്യാഹു ഓരോന്നായിട്ട് എടുത്ത് വെളിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നാളും നെതന്യാഹുവിന് വളരെ ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം അവിടെ ഉണ്ടായിരുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കണ്ണും പൂട്ടി ഇസ്രായേലിന്റെ ഇന്റലിജൻസിലുള്ള ഉദ്യോഗസ്ഥരിൽ ഇനിയും ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അവർ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് പുറത്താക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത് നടപ്പിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയുടെ ഉള്ളിലുള്ള ഡീപ് സ്റ്റേറ്റിനെതിരെ തന്നെ ശക്തമായ നിലപാടാണ് ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രംപ് അവിടെ ശുദ്ധികലശം ചെയ്യുന്നു, അതുപോലെ തന്നെ ഇവിടെ നെതന്യാഹു ശുദ്ധികലശം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടിലാണ്. ഇനിയിപ്പോ അടുത്ത് ഇസ്രായേലിന്റെ ഉള്ളില് എടുത്ത് കളയാൻ പോകുന്നത് അറ്റോർണി ജനറൽ. ഈ അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞ ലേഡി വളരെ വളരെ കണ്ണിങ് ആയിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് ഈ ഒരു അറ്റോർണി ജനറൽ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. കാര്യം വേറെ ഒന്നല്ല, ഒരു കറപ്ഷൻ കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഇത്രമാത്രം യുദ്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തോ ഈ ഒരു കേസിലാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യം മുന്നോട്ട് നീക്കുന്നത്. ഇതൊരു കറപ്ഷൻ കേസല്ലേ? നെതന്യാഹു ഈ കേസ് ഇയാളുടെ മേളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇയാൾ ജയിച്ചു വന്ന് വീണ്ടും കസേരയിൽ ഇരിക്കുന്നത്. ഇതിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കറപ്ഷൻ കേസ് ഏത് നേരത്ത് വേണമെങ്കിലും വിചാരണ നടത്താം, യുദ്ധം കഴിഞ്ഞിട്ടും ചെയ്യാലോ. കറപ്ഷൻ കേസല്ലേ, ആരുടെയും ജീവൻ പോകുന്ന കേസല്ലല്ലോ. ഇതിലുപരിയായിട്ട് ഒക്ടോബർ 7 വീഴ്ച വരുത്തിയ ആൾക്കാരുടെ കേസിനെ കുറിച്ച് അവർക്ക് പ്രശ്നമില്ല. അവിടെ വേറെ പല ലീഗൽ ലൂപ്സ് കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇവർക്ക് ഒരു പ്രശ്നമില്ല. എത്രയോ ആൾക്കാർ കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ലീക്ക് ചെയ്തതിന്റെ കാരണവും ഡീപ് സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത്. ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ചോർത്തിയെടുത്ത് ഖത്താറിനും ഹമാസിനൊക്കെ വിറ്റ് തൊലച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് അമേരിക്കയുടെ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ബൈഡൻ ഒരു പാലസ്തീന്റെ ഒരു ബുക്കും വെച്ചുകൊണ്ട് പോയ രംഗമൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അയാൾ ഭയങ്കരമായ രീതിയിൽ ഈ ഒരു പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒബാമയുടെ ഒരു അടിമയായിട്ട് പ്രവർത്തിച്ച ഒരു പ്രസിഡന്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഡീപ് സ്റ്റേറ്റ് വളരെയധികം ഇസ്രായേലിന്റെ ഉള്ളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഹമാസിന് വേണ്ടി പണിയെടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബൈഡനെതിരെയും കൂടെ കേസ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ടാണ് ബൈഡൻ ഭരിച്ചിരുന്നതെന്നുള്ള വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നെതന്യാഹു ഇപ്പൊ തെരഞ്ഞു പിടിച്ച് ഓരോരുത്തരെ എടുത്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയെ എടുത്ത് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് നെതന്യാഹു ഇപ്പൊ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബന്ദികളെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് ഈ ഒരു സമരം നടത്തിയില്ല. ആ സമരത്തിന്റെ പുറകിലും ഡീപ് സ്റ്റേറ്റ് ആണ് ഉള്ള വിഷയങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് നെതന്യാഹു ഗവൺമെന്റിനെതിരെ നല്ല പ്രഷർ കൊടുക്കുക, നെതന്യാഹുവിന് നല്ല പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പൊ ഇതിലൂടെ എന്താണ്, ഹമാസ് തന്നെയാണ് ഡീപ് സ്റ്റേറ്റ്, ഹമാസ് തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കി ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രഷർ ടെൻഷൻ റൈസ് അപ്പ് ചെയ്യാണ്. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വിഷയമാണ് നെതന്യാഹു ഇപ്പം എല്ലാം കൂടെ തുറന്നങ്ങ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എനിക്ക് എന്റെ രാജ്യത്തിനെ കൃത്യമായി കൊണ്ടുപോകാൻ എനിക്കറിയാം, ഞാൻ അതിന് തീരുമാനം എടുത്തോളാം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കാൻ നെതന്യാഹു തുനിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഈ ഒരു നെഗോസിയേഷൻ ടൈമിൽ ഈ ഒരു രണ്ടാം ഘട്ട സീസ് ഫയറിലേക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തതും നെതന്യാഹുവിന്റെ മാത്രം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. അങ്ങനെയാണ് ഈ പാർവാലികളെല്ലാം പിടിച്ച് മാറ്റി നിർത്തിയത്. അവിടേക്ക് പുതിയ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ തൽക്കാലം ഈ ഷിൻബറ്റ് ആയാലും ഈ മൊസാദ് ആയാലും റിപ്പോർട്ട് ചെയ്യുന്നത് റോൺ ഡെർമറിനാണ്. റോൺ ഡെർമർ എന്ന് പറഞ്ഞാൽ അയാളൊരു ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല, US-ന്റെ പൊളിറ്റിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ആർക്ക് എന്ത് പറയണം, ഏത് ജൂയിഷ് കമ്മ്യൂണിറ്റി നമുക്ക് വളരെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ആർക്കാണ് ഇൻഫ്ലുവൻസ് കൂടുതൽ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. US-ന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് ഈ റോൺ ഡെർമർ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് റോൺ ഡെർമറിനെ പിടിച്ച് ഇപ്പം നെതന്യാഹുവിന്റെ റൈറ്റ് സൈഡിൽ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പറയുന്നത് ഇത് ഗാസ വീണ്ടും ഒരു യുദ്ധമുഖമായിട്ട് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം നെതന്യാഹു ആ രീതിയിലാണ് നിൽക്കുന്നത്. നെതന്യാഹു പറഞ്ഞത് വളരെ വ്യക്തമാണ്, നെഗോസിയേഷൻ ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാനും അറിയാം, അതേപോലെ മറ്റു മാർഗത്തിലൂടെയും എനിക്ക് തീർക്കാൻ അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഹമാസ് ഇപ്പൊ ഇതിന് പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണയെ ഞങ്ങൾക്ക് 602 പേരെ വിട്ടു തരണമായിരുന്നു, ഇതുവരെ വിട്ടില്ല. എത്ര? 602, 4 പേരെ വിട്ടിട്ട് ചോദിക്കുന്നതാണ് 602 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തവണ വിടണം, ഇത്തവണ വിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ 4 പേരെ ഒരുമിച്ച്, 4 ബോഡീസിനെയും ഒരുമിച്ച് ഹാൻഡ് ഓവർ ചെയ്യാന്നാണ് പറയുന്നത്. കാര്യം കൂടെ പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെറുസലേം ടെമ്പിൾ, അൽ അക്സ മോസ്ക് അഥവാ ബൈത്തൽ മുഖദ്ദസ് എന്ന് പറയുന്ന ആ ഒരു ടെമ്പിൾ ആണ് ശരിക്കും ആ ഒരു ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഏറ്റവും നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. കാര്യം ഈ ഒരു ഡോം ഓഫ് ദ റോക്ക് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് അബ്രഹാം ഐസക്കിനെ അവിടെ സാക്രിഫൈസ് ചെയ്യാൻ കൊണ്ടുപോയി കിടത്തിയ ഒരു കല്ലാണ് ഈ ഒരു ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞാൽ ആ കല്ലാണ് താഴെ ഉള്ളത്. അത് ഇസ്ലാമിക്കിൽ വേറെ നെറേറ്റീവാണ് സ്റ്റോറി വരുന്നത്. അവർ ഐസക്കിന് പകരം ഇസ്മായിൽ എന്ന് പറയും. അതിന് ചരിത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പ്രൂഫൊന്നും അതിന് തെളിവൊന്നുമില്ല.
ഇത് എങ്ങനെയാണ് ഐസക് ഇസ്മായിലായിട്ട് മാറിയത്, ഈ ഒരു സാക്രിഫൈസ് മൊമെന്റിൽ എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവൊന്നുമില്ല. അപ്പൊ ഇത് ഐസക്കിനെ കൊണ്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കിടത്തിയ ഒരു കല്ലാണ് അവിടെ ഉള്ളത്. അതിന്റെ മുകളിലാണ് ഈ ഒരു ഡോം ഓഫ് ദ റോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഗോൾഡൻ കളർ ഇത് ഉള്ള സാധനം ഉള്ളത്, മനസ്സിലായോ? പിന്നെ ഈ സ്ഥലത്ത് നിന്നല്ല മിഹ്റാജ് യാത്ര നടന്നത്. ഈ സ്ഥലത്ത് നിന്നല്ല നടന്നത്. മിഹ്റാജ് യാത്ര നടന്നത് അൽ-അക്സ മോസ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു എൻട്രൻസിൽ ഒരു ചെറിയ മോസ്ക് ഉണ്ട്, ഉള്ള ചെറിയൊരു പള്ളിയുണ്ട് അവിടെ. അതാണ് അൽ-അക്സ മോസ്ക് എന്ന് പറയുന്നത്. ഈ അൽ-അക്സ മോസ്ക് ആണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും ഇതിപ്പം അന്ന് പ്രോഫറ്റ് മുഹമ്മദിന്റെ ടൈമില് 42 വയസ്സിലാണ് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞുള്ള ഡിക്ലറേഷൻ നടത്തുന്നത്. അപ്പൊ 42 വയസ്സ് വരെ പുള്ളി ആ പരിസരത്ത് തന്നെ ജീവിച്ചിരുന്നു. 42 വയസ്സിന് ശേഷമാണ് ഞാൻ പ്രോഫറ്റ് ആണെന്നുള്ള ഒരു പ്രൊക്ലമേഷൻ നടത്തുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗങ്ങളിലെല്ലാം ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈ ജൂയിഷിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഈ ജൂയിഷ് ആയിട്ട് നിലനിന്നിരുന്ന ആൾക്കാർ എന്താണ് സംഭവിച്ചത്? അതായത് ഈ ഒരു ജീസസ് ക്രൈസ്റ്റിനെ അംഗീകരിച്ച ആൾക്കാരെല്ലാം ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് മാറിയിട്ട് ക്രിസ്ത്യാനികളായിട്ട് മാറിപ്പോയി. അപ്പൊ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആൾക്കാർ ഇനിയൊരു പ്രോഫറ്റ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു 40 വയസ്സ് വരെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുകയാണ് അവിടെ. കാര്യം അവിടെ യഹൂദരുണ്ട്, ഈ ഒരു ഒട്ടകം കൊണ്ട് ഡമസ്കസ് വരെ യാത്ര ചെയ്യുന്നുണ്ട് പ്രോഫറ്റ് മുഹമ്മദ്. ഖദീജയുടെ കയ്യിലുള്ള ഈ കാരവാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഒട്ടകം എടുത്തുകൊണ്ട് വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഈ മെഡിറ്ററേനിയൻ ഏരിയ, അതേപോലെ സിറിയയിലെ ഡമസ്കസ് ഇവിടെയൊക്കെ പോയി വരുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഈ കഥകളും കാര്യങ്ങളൊക്കെ അവിടെ പാട്ടാണ്. കാരണം ആ ഒരു ടൈമില് ഒരുപാട് എഴുത്തുകൾ ബിബ്ലിക്കൽ സ്ക്രിപ്ചർ ആയിക്കോട്ടെ, ഗ്രീക്ക് സ്ക്രിപ്ചർ ആയിക്കോട്ടെ, അതേപോലെ ഹീബ്രു പുസ്തകങ്ങളായിക്കോട്ടെ, അറാമായിക്കിലുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, ഇതെല്ലാം വളരെ പോപ്പുലർ ആയിട്ട് ആ പരിസരത്ത് ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടിരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ കഥകളും കാര്യങ്ങളെല്ലാം ഈ പോകുന്ന വഴിയിൽ അന്നിപ്പോ ടിവിയോ മൊബൈലും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അന്നിപ്പോ ഈ വായ് വഴി പറയുന്ന കഥകളും എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്തെങ്കിൽ ആ സ്റ്റേ ചെയ്യുന്ന വീട്ടിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്ത് ഈ ഡിസ്കഷനിലൂടെ തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു പരിസരത്ത് ജീവിക്കുന്നുണ്ട്, നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടുത്തെ വിവരങ്ങളൊക്കെ നമ്മൾ ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ശേഖരിക്കത്തില്ലേ? അങ്ങനെ ശേഖരിച്ച വിവരങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പുതിയ റിലീജിയൻ ഉണ്ടാക്കുകയും ആ പുതിയ റിലീജിയനെ എങ്ങനെ കണക്ട് ചെയ്യണം, ഭയങ്കരമായിട്ടുള്ള തീവ്ര നിലപാടുള്ള വിശ്വാസികളാണ് ജൂയിഷിലുള്ളതും ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളതും. അപ്പൊ ഈ ഒരു പോപ്പുലേഷനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്ന ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാകുമ്പോഴാണ് ആ പ്ലാൻ ബി ആണ് സംഭവിച്ചത്. ഈ പ്ലാൻ ബി എന്താണ്? ഞാൻ നിങ്ങളെ സ്ഥലങ്ങളെല്ലാം ആക്രമിക്കും, ഞാൻ കീഴ്പ്പെടുത്തും, എനിക്ക് ഡോമിനേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അടിച്ച് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ട് നിങ്ങളെ അനുസരിപ്പിക്കും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ സ്ഥലമാണല്ലോ, ഈ ഡോം ഓഫ് ദ റോക്ക് ഇരുന്ന ആ ഒരു പിന്നെ സോളമൻ ടെമ്പിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ജെറുസലേം ടെമ്പിൾ ഇരുന്ന സ്ഥലം ആ ഒരു ഹോളി സൈറ്റ് ആണല്ലോ. അപ്പൊ ആ ഹോളി സൈറ്റ് ഞാൻ കീഴ്പ്പെടുത്തി എന്റെ കീഴിൽ വെച്ചിരിക്കും. അത് തന്നെയാണ് മുസ്ലിംസ് ചെയ്തത്. പിന്നീട് അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസിന്റെ ആ ഡോം ഓഫ് ദ റോക്കുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. കാരണം അതിൽ ഓൾറെഡി തന്നെ ഈ ജൂയിഷിന്റെ കണക്ടിവിറ്റി വളരെ വളരെ പ്രകടമാണ്. അവിടെ കിട്ടുന്ന ഒരുപാട് പിന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിക്കോട്ടെ, അവിടെ കിട്ടുന്ന കോയിൻസ് ആയിക്കോട്ടെ, റോമൻ ടൈമിലുള്ള കിട്ടുന്ന കോയിൻസ് ആയിക്കോട്ടെ, ഈ കോയിൻസുകളെല്ലാം തന്നെ വളരെ എവിഡന്റ് ആണ്. അവിടെ ജൂയിഷിന്റെ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് അവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കും തന്നെ മറികടക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെളിവുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഈ ഒരു മറ്റുള്ള മതങ്ങളെ, അതായത് ജൂയിഷിനെയും ഈ ക്രിസ്ത്യൻസിനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ക്രിസ്ത്യൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രോഫറ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ജൂയിഷിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാരഡൈസ് യാത്ര എന്ന് പറഞ്ഞ ഈ ഒരു മിഹ്റാജ് യാത്രയൊക്കെ കൊണ്ട് ജെറുസലേമിൽ സ്ഥാപിക്കുന്നത്. കാരണം ജെറുസലേം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് പോലും ഈ ഒരു ഖുറാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. ജെറുസലേം എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല അതിനകത്ത്. അപ്പൊ അറബ് മീറ്റിംഗിൽ ഈജിപ്തും ഖത്താറും കൂടെ ഹമാസിന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്ലാനുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ഈജിപ്റ്റാണ് പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. അതിനകത്ത് ഹമാസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് ആ ഒരു പ്ലാനിൽ മാത്രം. അതിലുപരിയായിട്ട് ഹമാസിനെ ഗാസയ്ക്കുള്ളിൽ നിർത്താനും ഹമാസിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഗാസയ്ക്കുള്ളിൽ വരുത്താനും, അതായത് പഴയ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ അതേ യുക്തി എന്താണോ ബൈഡന് ഡീപ് സ്റ്റേറ്റ് ഉദ്ദേശിച്ചിരുന്നത്, ഇസ്രായേൽ സറണ്ടർ ആവുക, എന്നിട്ട് ബന്ദികളെ മോചിപ്പിക്കുക, എന്നിട്ട് ഗാസയിൽ ഹമാസിനെ റൂൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഡീപ് സ്റ്റേറ്റിന്റെ പുറകിലുള്ള കളി. അതെല്ലാം ഇപ്പൊ എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. അപ്പൊ അങ്ങനെ ശക്തമായ രീതിയിലാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് ഗാസയ്ക്കുള്ളിലെ ജനങ്ങൾക്കും ഹമാസിനും, അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന, അവർക്ക് പൈസ കൊടുക്കുന്ന രാജ്യങ്ങൾക്കും. ഹമാസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫണ്ടിങ്ങും ഇപ്പൊ ഒരു മാസം കൊണ്ട് ഹമാസ് ഒരുപാട് സംവിധാനങ്ങൾ ഗാസയ്ക്കുള്ളിൽ വീണ്ടും റീസെറ്റപ്പ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അവർ ചില പ്രാഥമികമായിട്ടുള്ള ഫുഡ് ഉൾപ്പെടെ ചില റോക്കറ്റുകൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതെല്ലാം സമാഹരിച്ച് വെച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ഒരു റോക്കറ്റ് ഗാസയ്ക്കുള്ളിൽ തന്നെ പോന്തി ഗാസയ്ക്കുള്ളിൽ തന്നെ വീണതായിട്ടാണ് IDF വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പൊ ഫുൾ ആൻഡ് ഫുൾ കൺട്രോൾ നെതന്യാഹുവിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്. നോ ഡീപ് സ്റ്റേറ്റ്, അതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്.
ഇറാന്റെ ഓയിൽ കമ്പനികൾക്ക് സാങ്ഷൻ ചെയ്തതിൽ ഇന്ത്യയുടെ 4 കമ്പനികൾക്കാണ് സാങ്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പൊ നെതന്യാഹു എന്ന് പറഞ്ഞ ഒരു ലീഡറിന്റെ മേളിൽ എവിടെ നിന്നെല്ലാം പ്രഷർ, അമേരിക്കയിൽ നിന്നുള്ള പ്രഷർ, അതുപോലെ തന്നെ യുഎന്റെ സൈഡിൽ നിന്ന് UNRWയുടെ പ്രഷർ, പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ മൊത്തത്തിലുള്ള പ്രഷർ, അതുപോലെ തന്നെ പിന്നെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഈജിപ്ത്, ഹിഡൻ ഡ്രാമ, ഖത്താർ, ഇതേപോലെ നാടകം, അതേപോലെ പല രാജ്യങ്ങളായിക്കോട്ടെ, ചുറ്റും കിടക്കുന്ന പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിരുന്നു. അതിലുപരിയായിട്ടാണ് പ്രോക്സികളും ഇറാനും കൂടിയുള്ള ആ ഒരു പ്രശ്നം. ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ ഇതിലുപരിയായിട്ടാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രശ്നം. അതായത് ഇവരുടെ ഇന്റലിജൻസ് യൂണിറ്റിലുള്ള അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറെ ആൾക്കാരുടെ പ്രശ്നം, അതിലുപരിയായിട്ട് ഈ ഒരു ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ, ഈ രീതിയിലുള്ള പല രീതിയിലുള്ള പ്രഷർ, കോടതിയിൽ നിന്ന് വേറെ പ്രഷർ, ഇത്രയും പ്രഷറൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഈ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അഞ്ചിലധികം മിലിറ്ററി വിജയങ്ങൾ നേടി വളരെ ശക്തമായിട്ട് ഇന്ന് തിരിച്ചടിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത്രയും ശക്തനായ ഒരു ലീഡർ ഇസ്രായേലിന് നെതന്യാഹു നമ്പർ 1 ആണ്. ഇനി ഇപ്പൊ തന്നെയും നെതന്യാഹു എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേക്കും ഇസ്രായേൽ IDF എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പോഴും കാല് വിറയ്ക്കുന്ന ഹമാസ് ആണ് ഈ ഗാസയ്ക്കുള്ളിലുള്ളത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.